ഹലോ എവരിവൺ, എല്ലാവർക്കും ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം കാണുക. കാർഡ് നന്നായി ഷഫിൾ ചെയ്തതിന് ശേഷം ഇട്ടതാണ്. ഓവറോൾ എനർജി സ്ട്രെങ്ത് ആണ്. 3 ഓഫ് കപ്പ് എനർജിയാണ് ആദ്യം തന്നെ വന്നത്. നിങ്ങളുടെ ടെൻഷനെല്ലാം മാറ്റിവെച്ച് കാര്യങ്ങളൊന്നും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും സീരിയസ് ആയി എടുക്കാതെ അടിച്ചു പൊളിച്ച് നടക്കുകയാണെന്നാണ് കാണുന്നത്. നല്ലൊരു സെലിബ്രേഷനാണ് കാണുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുള്ളായ കാര്യം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അത്രയും ഹാപ്പി ആയിട്ടാണ് നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള തോട്ട്സും നിങ്ങൾക്കുണ്ടാകും. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും സാഹചര്യമുണ്ടാകും. നിങ്ങളുടെ എല്ലാ ടെൻഷനും മാറ്റിവെച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ചൈൽഡിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആകുന്ന ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയാണ് കാണുന്നത്. ചില ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നെന്ന് കാണുന്നുണ്ട്. ചില ആളുകൾ നാട്ടിൽ തന്നെ ഒത്തുകൂടുന്നെന്നും കാണുന്നുണ്ട്. ചില ആളുകൾക്ക് റീയൂണിയനാണ്. അപ്പോൾ വീട് വയ്ക്കാനും കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്കൊരു ഇൻവിസിബിളായ ഒരു എനിമി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്താണ് ആക്രമണം ഉണ്ടാകുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ കംഫർട്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ തോറ്റുപോയി എന്ന് കാണുന്നുണ്ട്. ഒന്നും പെട്ടെന്ന് പറ്റില്ല, എന്നാലും ജയിക്കും. ഒരു ചാലഞ്ചിങ് ഫേസ് കടന്നു പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണുന്നത്. എന്തോ ഒരു കാര്യത്തിന് നിങ്ങളുടെ എനർജിയുമായി ചേരാത്ത ഒരാളുടെ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലമായി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഈ വെയിറ്റിംഗ് കാരണമാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടാകുന്നത്. ഈ ബ്ലോക്കേജ് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വരുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു നല്ല ധൈര്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിനു വേണ്ടിയും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ നഷ്ടബോധത്തിലിരിക്കുന്നത് ആയിട്ട് കാണുന്നുണ്ട്. വളരെയധികം ദുഃഖമായിട്ടാണ് കാണുന്നത്. ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വേണ്ടെന്ന് വെച്ച് എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, എന്തോ ഒരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. ആരോ നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചതുമാതിരി തോന്നുന്നുണ്ട്. ചിലരെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും പുറത്തിറങ്ങാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. ചില ആളുകൾ സ്വയം ഇരിക്കുന്നതായിരിക്കാം. മറ്റു ചിലർ ഒരു ട്രാപ്പ് പോലെ ഇരിക്കുന്നതാവാനും സാധ്യതയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മണി മേക്കിങ്ങിന് നിങ്ങൾക്കൊരു പുതിയ വഴി വരുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ വളരെ കെയർ ചെയ്ത കാര്യം ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു പ്രശ്നത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ജോലിയോ ബിസിനസ്സോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമോ ആകാം. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കാണുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, പാസ്റ്റിൽ ഞാൻ ഇതിനു വേണ്ടി എത്ര എഫേർട്ട് ഇട്ടുന്നുവോ ഇപ്പോഴും അത് എനിക്ക് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ നല്ലൊരു മെൻറ്ററായി തീരണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ടവർക്കാർ പറയുന്ന അപ്രതീക്ഷിതമായിട്ട് വരുന്ന വേദന, അപ്രതീക്ഷിത ചതി,
നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒരു തകർച്ചയിൽ കൂടെ കടന്നു പോവുകയാണ്. അതായത് നിങ്ങളുടെ അടിത്തറ ഇളക്കി മറിക്കുന്ന രീതിയിൽ. ചിലപ്പോൾ അതൊരു ഇമോഷണൽ ഫൗണ്ടേഷൻ ആവാനും സാധ്യതയുണ്ട്. കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഇതൊരു സിറ്റുവേഷൻ ആകാനും സാധ്യതയുണ്ട്. ചിലർക്ക് ഇത് നല്ല ഒരു മാറ്റത്തിനും ഓവറോൾ ഒരു ചേഞ്ചാണ് വരുന്നതെന്ന് കാണുന്നുണ്ട്. അത് നല്ലൊരു മാറ്റത്തിന് ആകാനും സാധ്യതയുണ്ട്. മറ്റു ചിലർക്കാണെങ്കിൽ അപ്രതീക്ഷിതമായി പെയിൻ അനുഭവിക്കേണ്ടതായും കാണുന്നുണ്ട്. വേൾഡ് കാർഡാണ് അടുത്തത്. അത് സക്സസ്ഫുള്ളാണ്, കംപ്ലീഷനാണ്, വളരെ ഹാപ്പിയാണ്. ചിലർക്ക് ഒരു പ്രഗ്നൻസി ഒക്കെ പ്രതീക്ഷിക്കാം. ചിലർ നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ മിറാക്കിൾസ് കൊണ്ടുവരും, ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നത് കാണുന്നുണ്ട്. ഫുള്ളി സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് വരാൻ പോവുക, നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ പോവുകയാണെന്നാണ്. ഇനി അങ്ങോട്ട് നല്ലൊരു സമയം വരുന്നുണ്ടെന്നാണ് കാണുന്നത്. ഒരു മേജർ ചേഞ്ചാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്തു. നിങ്ങളുടെ കഴിവുകളെല്ലാം എടുത്ത് സാഹചര്യത്തെയും സമയത്തെയും അനുകൂലമാക്കിയെടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറുന്നെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.